എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു. അതിലിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട. നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയെടുത്ത്. അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു, ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയുക, ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പറ്റില്ല, അവൻ അത് ഇടും എന്നവൻ പറഞ്ഞു. പക്ഷെ അവൻ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത്. എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ്, അത് ഒരാഴ്ചക്ക് മുമ്പാ അവള് ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയതിന് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയതിന് ശേഷം പിറ്റേന്നാണ് എന്നെ വിളിക്കുന്നവൻ. വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ വാർഡ് നമ്പർ എത്രയാ, വില്ലേജ് എവിടെ, ചോദിച്ചിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്, ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവന്റെ വീട്, ഇതാണ് അവന്റെ വീട്. പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണ് ഉള്ളത്? എനിക്ക് വേറെ ഏത് വീടുണ്ട്? നമ്മുടെ കുടുംബം ഏതാ? ഇതാണ്. അവന് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അമ്മയുടെ അപ്പോഴേ വന്ന് ചോദിച്ചു, വില്ലേജും താലൂക്കൊക്കെ ചോദിച്ചു. അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട്, തെറ്റാതെ. അത് തന്നെയാണ് കുഞ്ഞിന്റെ അഡ്രസ്. അവന് വാർഡ് എത്ര, നമ്മളെ വാർഡ് നമ്പർ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വാർഡ് നമ്പർ പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു. കുഞ്ഞിന് അവിടെ ഇവിടുത്തെ അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ്. അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണതാണ്. പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത്. ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. പിന്നെയും എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടിടുക. ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കുക. മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല. അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഞാൻ ഒരു 1.5 മാസമായിട്ട് അമ്മയോട് ചോദിച്ചു നോക്ക്, ഇവിടെ ചോദിച്ചു നോക്ക്, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്റെ അടുത്ത് ചെയ്തത് നല്ലതല്ല. ഇത് പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എൻ്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ദേവി ഇത് വെറുതെ വിടുക. എനിക്ക് യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് സമാധാനം തരാം. എനിക്ക് സമാധാനം തരാം ദേവി. ഇത് എനിക്ക് അത്ര മാത്രം മതി. ഇവരെ കണ്ണീരും കരച്ചിലൊന്നും കാണാനൊന്നും ഒക്കത്തില്ല. നീ കാണുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് എല്ലാരും മുമ്പില് അമ്മായിയമ്മ എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. ഒരു ഇത്രയും നേരമായി, ഇപ്പൊ മണി 4ആയി, ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവൻ എന്തിനാ അത് പറഞ്ഞത്? അവന്റെ അടുത്ത് പറഞ്ഞത് നീ അങ്ങനെ പറയില്ലേ, അത് തെറ്റാണ്. അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല.
ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അവന്റെ വീടാണിത്, ഇത് ഇവന്റെ വീടല്ലേ. ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാരി ഒരു കുഞ്ഞു വീട് അവിടെ ഇട്ടുണ്ട്. അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് നോക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. ഞങ്ങളുടെ മക്കളുടെ സന്തോഷം, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ. ഇവർക്ക് വേണ്ടിയിട്ടാ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാ. ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം. ആൾക്കാരെ മുമ്പിൽ തല കുനിച്ച് നടക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഇവ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയാതിരിക്കാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഗൈസ്, അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനത് കൊടുത്തതുമാണ്. അവൻ കൊണ്ടു പൊക്കോ. അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ. പിന്നെ എന്തിനാണ് ഞങ്ങളെ കരിവാരി തേക്കുന്നത്? അവന് ഇവിടെ ഒന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടെ നിന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവനും കൂടെ താമസിക്കാനാ. അവന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് വാടകയ്ക്ക് പോണം, അവർക്ക് റെന്റ് ഹൗസിൽ പോണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൊക്കൂടെ. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണത്? നിങ്ങള് ഈ വീഡിയോയുടെ അടിയിൽ എന്നിട്ട് എന്താ കമന്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിക്ക് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വിവരമില്ലാത്തരം പൊട്ടത്തരം ഒന്നും വിളിച്ച് പറയാണ്ട്. നമ്മള് ചെന്നിട്ടും അവൻ പറഞ്ഞില്ല. അവളെ വാറിലോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അപ്പോഴും കുഞ്ഞിനെ ഇറക്കിയ സമയത്ത് അവര് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു. അതൊന്നും ഉണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന സമയമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും ഓക്കെ, അതൊക്കെ അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെല്ലുമ്പോ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്, അല്ലേ ചേ? എന്നും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്നല്ല. അവ ഇപ്പൊ വന്നു കഴിഞ്ഞാലും അതില് വേറെ പിണക്കങ്ങളും കാര്യമൊന്നുമില്ല. അവന്റെ വീട്, അവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം. ഇത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നായിരുന്നു. കുഞ്ഞിന്റെ ഉറങ്ങി ഡിസ്ചാർജ് ആയി പോയി. അവ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് അവന് വീഡിയോ എന്തോ എടുക്കാണ്ടായിരുന്നു. അവൻ പുറത്ത് വീഡിയോ എടുത്തോണ്ട് വന്നു. അപ്പോഴൊന്നും അപ്പോഴെല്ലാം അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പോഴവൻ പറയുന്ന അവന് അഡ്രസ് ഇല്ലെന്ന്. ഇപ്പം അന്നേരം ഇതിപ്പോ കമന്റ് ഇടുന്നവര് ശ്രദ്ധിക്കുക നിങ്ങള്. ഓക്കെ, അപ്പൊ കേട്ടല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ പ്രവീൺ വന്നിട്ട് പ്രവീണിന്റെ ഒരു സൈഡ് പറയുന്നതായിട്ട് കേട്ടായിരുന്നു ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനലിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കയറി കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള, കൊച്ചു എന്ന് ഇവർ വിളിക്കുന്ന പ്രണവ് എന്ന് പറഞ്ഞാൽ ഈ പ്രവീണിന്റെ അനിയനായിട്ടുള്ള അനിയനും ഫാമിലിയും ഒക്കെ വന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ ഒരു പ്രവീൺ ആ നേരത്തെ വീഡിയോനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അഡ്രസ്സ് ഇല്ലാണ്ടായിരുന്നു. പക്ഷെ ഇവർ ഈ പറയുന്നുണ്ടല്ലോ, അതായത് ഇപ്പൊ ഞങ്ങളെ ആരും അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് അവൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇവര് ചോദിക്കുന്നത്. ഇവര് പറയുന്നതിലും കാര്യമില്ലേ? കാര്യം എന്താണ്, ഇപ്പൊ പ്രവീൺ ആ ഒരു വാക്ക് വായന്ന് വീണിട്ടുള്ളെങ്കിലും അത് വീണപ്പോ തന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ അത്രത്തോളം ഇവരെ സൈബർ മൈൻഡ് അത്രയും ഇവരുടെ ഡൗൺ ആയിട്ട് ഇവർ പറയുന്നുണ്ടല്ലോ, ഒന്ന് ജീവിക്കാൻ വിടുക, അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഇവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല അത് കണ്ടപ്പോഴത്തേക്കും. പിന്നെ ഇതേപോലുള്ള വിഷയങ്ങൾ മാക്സിമം ഇപ്പൊ എത്രയൊക്കെ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഓഡിയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും, ഇനിയും വീഡിയോ ഇടും. ഇപ്പൊ പ്രവീണിന്റെ അടുത്തൊക്കെ കമന്റ് ബോക്സിനകത്തൊക്കെ ഫുള്ള് ഇതായിരിക്കും, വീട്ടുകാർ വീഡിയോ ഇടും, അപ്പൊ നീ അതിനെതിരെ വീഡിയോ ഇടുന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടിരിക്കണേ. അതങ്ങനെ പറഞ്ഞിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഇടാൻ നിൽക്കരുത്. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ നമ്മളെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അത് തന്നെ ഇട്ടണിക്കും. അവിടെ നിന്ന് പറഞ്ഞോടൂ, ഇവിടെ നിന്ന് പറഞ്ഞോടൂ. അപ്പൊ ഈ പ്രശ്നം തീരൂല. ഇത് ചിലപ്പോ ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ വീഡിയോനകത്ത് ഈ അനിയൻ പറയുന്നുണ്ട്, അതായത് ഇപ്പൊ ചാനൽ നീ എടുത്തോ എന്നൊക്കെ ഉള്ള രീതിക്ക് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങിയ ചാനലാണ്, കണ്ട് പിന്നെ പ്രവീൺ മാത്രമായി. അപ്പൊ അങ്ങനെ അപ്പൊ ആ ഒരു കേസാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇവർ തമ്മിൽ അങ്ങനെ എന്തോ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു ചാനൽ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇങ്ങനെ വിഷയങ്ങളൊക്കെ വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകും. അപ്പൊ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.